ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫയൽ മെനുവിൽ വരുന്ന കമാൻഡുകളെല്ലാം നമ്മൾ പഠിച്ചു. നമ്മൾ എവിടെയാണ് പുതിയ ഒരു ഡോക്യുമെന്റ് വിൻഡോ ഓപ്പൺ ചെയ്യുന്ന കമാൻഡ് എവിടെയാണ്? ഫയൽ മെനുവിൽ ന്യൂ അല്ലെ? ഫയൽ മെനുവിൽ എന്താണ് ന്യൂ? ഫയൽ മെനുവിൽ ന്യൂ എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ നോക്കുക, ഇതാണ് നമ്മുടെ ന്യൂ ഡോക്യുമെന്റ് വിൻഡോയുടെ ലേഔട്ട് വരുന്നത്. ഓക്കെ, ഈ കാണുന്നത് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത റീസെന്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത ഫോട്ടോഷോപ്പിന്റെ സൈസ് ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ 300 ppi എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇതാണ് എന്ത് നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത്. ഈ കാണുന്ന 7x5 എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ പഠിച്ച ഇമേജ് ഡയമെൻഷൻ. ഇനി നോക്കുക, ഇവിടെ റീസെന്റ് ആയിട്ട് ഓപ്പൺ ചെയ്തേക്കുന്ന ഡോക്യുമെന്റ് സൈസുകൾ ഇവിടെ കാണിക്കും. അതിനുശേഷം കാണിക്കുന്നത് എന്താണ്? നമ്മുടെ സേവ് ചെയ്തേക്കുന്ന ഏതൊരു സൈസുകൾ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. പിന്നെ കാണിക്കുന്നതെല്ലാം ഓരോ പ്രീസെറ്റുകളാണ്, അതായത് ഫോട്ടോ സൈസുകൾ. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോട്ടോ പ്രിന്റ് ചെയ്യുന്ന സൈസുകളാണ് ഈ കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് കിടക്കുന്നതാണ് പ്രിന്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിന്റിംഗ് സൈസുകൾ. ലെറ്റർ നോർമൽ ആയിട്ട് പ്രിന്റ് ചെയ്യുന്ന പേപ്പർ എന്താണത്? A4 ആണ്. ആ A4 സൈസ് ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ A3, ഇതെല്ലാം നമ്മൾ പ്രിന്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സൈസുകളാണ്. ലെറ്ററിന്റെ സൈസ്, ഇതെല്ലാം ഓരോ ഡോക്യുമെന്റ് സൈസുകളാണ്. ഓക്കെ, ദെൻ ടൈം ഇല്ലുസ്ട്രേഷൻസ്, അതായത് നമ്മൾ എന്തെങ്കിലും കാർട്ടൂൺ വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സൈസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പോസ്റ്റർ സൈസ് ഉണ്ട് ഇവിടെ. പോസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ്. ഇതിന്റെയൊക്കെ PPI കണ്ടോ? എല്ലാം എന്താണ്? 300 ആണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ വെബ്സൈറ്റിന്റെ സൈസുകൾ. ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സൈസുകളാണ് ഈ കാണിച്ചേക്കുന്നതൊക്കെ. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ മൊബൈലിൽ എന്തെങ്കിലും വിഷ്വൽസോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കാണുന്ന പല മൊബൈൽസിന്റെ സൈസുകളാണ് ഈ കാണിച്ചേക്കുന്നത് മൊത്തം. ഓക്കെ, ഇതെല്ലാം. ദെൻ അതിനുശേഷം വരുന്നതാണ് ഫിലിം ആൻഡ് വീഡിയോ കിടപ്പുണ്ട്, വിച്ച് മീൻസ് അതായത് നമ്മൾ ഈ കാണുന്ന സൈസുകളെല്ലാം എന്താണ്? വീഡിയോ സൈസുകളാണ്. ഇതെല്ലാം എന്താണ്? ഇമേജ് സൈസ് അല്ല, ഇതെല്ലാം എന്താണ്? ഒരു വീഡിയോ സൈസുകളാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു 720p-യും 1080p ഒക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ആ കാണിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. HD TV, HD, ഫുൾ HD, അതുപോലെ 2K, ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അൾട്രാ ഹൈ ഡെഫിനിഷൻ, UHD, 4K, ഇതെല്ലാം നമ്മൾ ആ ഒരു സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ ഇമേജ് ഡയമെൻഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ആ കാണുന്ന സൈസുകളാണ് ഈ കിടക്കുന്നതൊക്കെ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ പല പ്രീസെറ്റുകളുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു ഫോട്ടോ പ്രിന്റ് ചെയ്ത് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ ഡയറക്റ്റ് ഫോട്ടോ സെക്ഷനിലേക്ക് ചെല്ലുക. സൈസ് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 6x4 അല്ലെങ്കിൽ 4x6 ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത സൈസ്, അതായത് 6x4 ലാൻഡ്സ്കേപ്പ് സൈസ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വന്നേക്കുന്നത്. ഇതിൽ നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്ത് നിങ്ങൾ പ്രിന്റ് എടുത്താലും ആ പ്രിന്റ് എടുത്ത ആ ഒരു ഇമേജ് നിങ്ങൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത അതേ സൈസ്, അതേ മെഷർമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ആ ന്യൂ ഡോക്യുമെന്റ് വിൻഡോയിൽ പഠിച്ച കുറെ പ്രീസെറ്റുകൾ. അതിനെ നമ്മൾ പ്രീ ഡിഫൈൻഡ് സെറ്റിംഗ്സുകളാണ് പറയുന്നത്. ഓക്കെ, ഈ ഫയലിൽ ന്യൂ ഡോക്യുമെന്റ് വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ പ്രീസെറ്റുകളാണ് ഇതെല്ലാം, അതായത് പ്രീ ഡിഫൈൻഡ് സെറ്റിംഗ്സ് ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു A4-ൽ ഒരാൾക്കൊരു അഡ്വർടൈസ്മെന്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ പ്രിന്റിൽ വരിക. പ്രിന്റിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ A4 സെലക്ട് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് A4 സൈസിൽ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കിട്ടും. ഓക്കെ, ഈ ഡോക്യുമെന്റ് നിങ്ങൾ എന്ത് ഡിസൈൻ ചെയ്ത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് സ്കെയിൽ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എന്താണ് അതിന്റെ സൈസ്. പ്രോപ്പർ A4 സൈസ് ആയിരിക്കും. സോ ഇതാണ് ഒരു ന്യൂ ഡോക്യുമെന്റ് വിൻഡോയുടെ കുറച്ച് പ്രീസെറ്റുകളും അതിന്റെ സൈസുകളും. ഇപ്പൊ ഈ കാണിച്ചതെല്ലാം എന്താണ്? എല്ലാം ഒരു പ്രീ ഡിഫൈൻഡ് സെറ്റിംഗ്സ് ആണ്. ഇതിനൊക്കെ ഒരു ആക്ച്വൽ മെഷർമെന്റ് ഉള്ളതാണ് അല്ലെ? ഇനി ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നമ്മൾ ഈ മെഷർമെന്റ് ഒക്കെ കൊടുക്കുന്നത്? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരാൾ ഡിസൈൻ ചെയ്യാൻ വരുമോ? പുള്ളിക്കൊരു ഡിസൈൻ വേണം, ഒരു നോട്ടീസ് ആണ് പുള്ളിക്ക് വേണ്ടത്. A4 സൈസിലാണ് എനിക്കൊരു ഡിസൈൻ വേണ്ടതെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മസ്റ്റ് ആയിട്ടും A4 സൈസിൽ വേണം അത് ചെയ്തു കൊടുക്കാൻ. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൈസിൽ ഇത് ചെയ്തു കൊടുത്തിട്ട് ഒരു ഗുണവുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കേണ്ടതാണ്. അവർക്കത് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ട സൈസാണ് A4. അതാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഡിസൈൻ എന്തായിരിക്കണം? ആ A4 സൈസിലായിരിക്കണം. അപ്പൊ നിങ്ങളൊരു ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക അത് എത്ര സൈസിലാണ് വേണ്ടതെന്നുള്ളത്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലം വരുന്നത് പ്രിന്റിംഗ് ഏരിയയിലാണ് പ്രശ്നം വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു സൈസ്
നമുക്കൊരു ഇമേജ് ഡയമെൻഷൻ വേണമെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഇമേജ് ഡയമെൻഷനെ കുറിച്ച്, ഒരു ഇമേജിന്റെ വിഡ്ത്തും ഹൈറ്റും. അത് ഞാൻ പറഞ്ഞത് പിക്സൽ എന്നുള്ള സൈസിലാണ് പറഞ്ഞത്. പക്ഷെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പിക്സൽ എന്ന് പറയുന്ന സൈസിൽ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതൊന്നിൽ ഇഞ്ചിലോ സെന്റിമീറ്ററിലോ മില്ലിമീറ്ററിലോ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും. പിക്സൽ എന്ന് പറയുന്ന കണക്കിട്ടിട്ട് നമുക്ക് ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രിന്റിങ്ങിന് വേണ്ടി നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്ക് എന്തെങ്കിലും ഡിജിറ്റൽ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം. ഡിജിറ്റൽ ഡിസ്പ്ലേ മീൻസ് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനും TV സ്ക്രീനൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് എന്ത് നമ്മുടെ ഇമേജ് ഡയമെൻഷൻ അല്ലെങ്കിൽ ഇമേജ് സൈസ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ്. തൊട്ട് മുമ്പ് പറഞ്ഞ എന്താണ്, നമ്മൾ പ്രീസെറ്റുകളെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇനി നിങ്ങൾ കസ്റ്റം ആയിട്ടൊരു സൈസ് വേണമെങ്കിലോ, എനിക്കൊരു വിസിറ്റിംഗ് കാർഡ് വേണം. ഒരു വിസിറ്റിംഗ് കാർഡിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 9x5 ആണ് നോർമൽ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത്. ചെറിയ വേരിയേഷൻ ഒക്കെ വരും. അപ്പോൾ ഇത് കറക്റ്റ് 9 ഇഞ്ച് തന്നെ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ 9, 9.5, 10 ആയി വരും. 9x5 ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ. ഈ 9x5 എന്നുള്ള സൈസ് ഇതിനകത്ത് കിട്ടുമോ? ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഫോട്ടോയ്ക്കകത്തുണ്ടോ 9x5? ഇല്ല. പ്രിന്റിനകത്തുണ്ടോ 9x5? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കസ്റ്റമായിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ആ വാല്യൂ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ വാല്യൂ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ന്യൂ ഡോക്യുമെന്റ് വിൻഡോയുടെ റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ നമ്മുടെ യൂണിറ്റ്. ഈ 3 കാര്യങ്ങൾ കാണാം, വിഡ്ത്ത്, ഹൈറ്റ്, യൂണിറ്റ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വർക്കിന്റെ വിഡ്ത്ത് എത്രയാണോ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അതിനു വേണ്ടിയാണ് നമ്മൾ വിഡ്ത്തും ഹൈറ്റും ചെയ്യുന്നത്. അതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ ഇതിന്റെ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. അതായത് അവർ നമുക്ക് തന്ന യൂണിറ്റ് എന്തിനകത്തുനിന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ അവർ നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന സെന്റിമീറ്ററിലാണെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഫസ്റ്റ് യൂണിറ്റ് എന്താക്കുക, സെന്റിമീറ്റർ ആക്കുക. സെന്റിമീറ്റർ ആക്കിയിട്ട് എന്നിട്ട് വേണം നിങ്ങൾക്ക് അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് ഞാൻ സെറ്റ് ചെയ്തു, സെന്റിമീറ്റർ ആക്കി. വിസിറ്റിംഗ് കാർഡിന്റെ സൈസ് ആണ്, അതിന്റെ സൈസ് വരുന്ന 9 സെന്റിമീറ്റർ വിഡ്ത്തും 5 സെന്റിമീറ്റർ ഹൈറ്റുമാണ് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ആയിട്ട് വരുന്നത്. സോ ഞാൻ ആദ്യമേ എന്ത് ചെയ്തു, ആ യൂണിറ്റ് എന്ന് പറയുന്നത് സെന്റിമീറ്റർ ആക്കി. ദെൻ അതിന്റെ വിഡ്ത്ത് വന്നിട്ട് ഞാൻ എന്ത് കൊടുത്തു, 9 എൻ്റർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റ് ഇത്ര കൊടുത്ത് ഞാൻ 5 ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് സൈസ് കസ്റ്റമായിട്ട് ഫോട്ടോഷോപ്പിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഓറിയന്റേഷൻ വരുന്നുണ്ട്, ലാൻഡ്സ്കേപ്പ് ഓർ പോർട്രേറ്റ് അല്ലെ, ലാൻഡ്സ്കേപ്പ് ഓർ പോർട്രേറ്റ്. ഫസ്റ്റ് കിടക്കുന്ന എന്താണ്, ഇവിടെ പോർട്രേറ്റ് ആണ്. പോർട്രേറ്റ് മീൻസ് അവിടെ ഹൈറ്റ് കൂടുതലും വിഡ്ത്ത് കുറവായിരിക്കും. അതിനെ നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ എന്താണ് പോർട്രേറ്റ് ആയിട്ടല്ല എടുക്കുന്നത്. അവിടെ ഹൈറ്റ് കൂടുതലും വിഡ്ത്ത് കുറവായിരിക്കും. അതിനെ നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വരുന്ന ഏതാണ്, നമ്മുടെ ലാൻഡ്സ്കേപ്പ്. ലാൻഡ്സ്കേപ്പ് മീൻസ് എന്താണ്, ആ ലാൻഡ്സ്കേപ്പിൽ വിഡ്ത്ത് ആയിരിക്കും കൂടുതൽ, ഹൈറ്റ് കുറവായിരിക്കും. കൂടുതലും വിഡ്ത്ത് വൈസ് ആയിട്ടുള്ള, ഇപ്പൊ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വിഡ്ത്ത് കൂടുതലും ഹൈറ്റ് കുറവായിരിക്കും. അല്ലെങ്കിൽ ഒരു സീനറി അല്ലെ, നമുക്കൊരു വൈറ്റ് മൗണ്ടന്റെ ഒരു സ്നാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലാൻഡ്സ്കേപ്പ് മോഡിൽ ഇട്ടെടുക്കും. പിന്നെ വരുന്ന എന്താണ് ഇവിടെ ആർട്ട് ബോർഡ്. ഓക്കെ, അത് നമുക്ക് ആർട്ട് ബോർഡ് നമ്മൾ ഇലുസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആവശ്യം വരുള്ളൂ, അല്ലാതെ നോർമൽ ഡിസൈനിങ്ങിന് നമുക്ക് ആർട്ട് ബോർഡിന്റെ ഒരു ആവശ്യം വരില്ല. അത് നമ്മൾ ഇലുസ്ട്രേറ്റർ എന്നുള്ള സോഫ്റ്റ്വെയറിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആർട്ട് ബോർഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നതും യൂണിറ്റ് സെറ്റ് ചെയ്യുന്നു, ഹൈറ്റ് സെറ്റ് ചെയ്യുന്നു അല്ലെ, ഇമേജിന്റെ ഡയമെൻഷൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. ഇനി വരുന്നത് എന്താണ്, നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറയും. റെസൊല്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലെ. ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് പ്രിന്റ് ചെയ്യാനുള്ള വർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും പ്രിന്റ് റെസൊല്യൂഷൻ ആയിട്ട് വരുന്ന 300 or 600 നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ചെയ്ത വർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ നമുക്ക് പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണം, 300 കൊടുക്കണം. ദെൻ നമ്മളിവിടെ പിക്സൽസ് പെർ ഇഞ്ച്, അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, നമ്മൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട, പിക്സൽസ് പെർ ഇഞ്ച് തന്നെ കൊടുക്കട്ടെ, അല്ലെങ്കിൽ പിക്സൽ പെർ സെന്റിമീറ്റർ ഉണ്ട്. ഓക്കെ, റെസൊല്യൂഷൻ എത്ര കൊടുക്കാം, നമുക്കിവിടെ 300 ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് പ്രിന്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 150 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് വരുന്ന ഏതാണ്, കളർ മോഡ്. ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് വിസിറ്റിംഗ് കാർഡിന്റെ വർക്കാണ്. ഈ വിസിറ്റിംഗ് കാർഡ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത്, പ്രിന്റ് ചെയ്യാനുണ്ട്. പ്രിന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കളർ മോഡ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, CMYK. അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, പ്രിന്റിംഗ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CMYK കളർ മോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ചുമ്മാ ജസ്റ്റ് നിങ്ങളുടെ വാൾപേപ്പർ ആയിട്ട് ഇടാനുള്ളതൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും CMYK ചെയ്യരുത്. കാരണം അതിന്റെ കളർ റെപ്രസെന്റേഷൻ വ്യത്യാസമുണ്ട്. എന്താക്കുക, CMYK ഒക്കെ. പിന്നെ നമ്മുടെ കളർ മോഡുകൾ വരുന്ന എന്തൊക്കെയാണ്, ബിറ്റ് മാപ്പ് ഉണ്ട്,
ഗ്രേ സ്കെയിൽ ഉണ്ട്, RGB കളർ ഉണ്ട്, CMYK കളർ ഉണ്ട്, ലാബ് കളർ ഉണ്ട്. ഇത്രയും കളർ മോഡുകൾ നമ്മൾ പഠിച്ചതാണ് ഓൾറെഡി. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ പേര് മാത്രം എടുത്ത് പറഞ്ഞിവിടെ പറഞ്ഞത്. ഓക്കെ, പിന്നെ എൻ്റെ ബിറ്റ് ഓഫ് 8 ആൻഡ് 16, 8 മതിയാവും. 16 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും. നമുക്ക് അത്ര കോൺഫിഗറേഷൻ ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ആവുള്ളൂ. പിന്നെ അതിന് നോർമലി ഫയൽ സൈസ് വളരെ ലാർജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഹൈ ക്വാളിറ്റി ആയിരിക്കും ഇമേജ്. ഓക്കെ, 8 ബിറ്റ് തന്നെ ഇട്ടാൽ മതി. ഇനി വരുന്ന ഒരു പുതിയൊരു പോർഷനാണ് ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് എന്ന് പറയും. ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ്, ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്ത ഈ ഒരു സൈസിൽ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കണ്ടന്റ്. ഫസ്റ്റ് ഞാൻ എലമെന്റ്സ് ഇൻ യൂസർ ഇന്റർഫേസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഡോക്യുമെന്റ് വിൻഡോയുടെ കാര്യം. അതിനകത്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ കളർ എന്തായിരുന്നു? വൈറ്റ് ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടന്റ് എന്തായിരുന്നു? ഇവിടെ വൈറ്റ് ആയിക്കിടുന്നത്. നമുക്കൊരു കസ്റ്റം കളറാണ് വേണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കളർ ചൂസർ വിൻഡോയുടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് മെയിൻ കളർ, ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ മെയിൻ കളർ സെലക്ട് ചെയ്യാം. അതിന്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാം. ഇതിന്റെ ഔട്ട്പുട്ട് കാണിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കണം, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. ഇതല്ല, ഇത് കറണ്ട് പിക്ക് ആയിരുന്നു, തൊട്ട് മുമ്പ് പിക്ക് ആയിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ആക്റ്റീവ് പിക്ക് കേട്ടോ, ന്യൂ പിക്ക്. ഇതുണ്ടോ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കളർ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് വാല്യൂ കൊടുക്കാം. ഇവിടെ കണ്ടോ, റെഡ് ഗ്രീൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് വാല്യൂ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പോകാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് ന്യൂ ഡോക്യുമെന്റ് വിൻഡോ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ വൈറ്റ് തന്നെ കൊടുക്കുവാണേ. ഓക്കെ, സോ അതാണ് വൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കളർ ബ്ലാക്ക് ആക്കാം. ദെൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അതും കൊടുക്കാം. ഓക്കെ, ഇതിനിവിടെ അഡ്വാൻസ് ഓപ്ഷനിൽ വരുവാണെങ്കിൽ നമ്മുടെ കളർ പ്രൊഫൈലാണ് കിടക്കുന്നത്. കളർ പ്രൊഫൈൽ മീൻസ് ഓരോ ഡിജിറ്റൽ ഡിവൈസിനും പർട്ടിക്കുലർ കളർ പ്രൊഫൈൽ ഉണ്ട്. ആ ഒരു കളർ പ്രൊഫൈലാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പല ക്യാമറകളുടെയും കളർ പ്രൊഫൈൽ വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക് പിക്സൽ ആസ്പെക്ട് റേഷ്യോ അല്ലെ. ഈ പിക്സൽ ആസ്പെക്ട് റേഷ്യോ ഒക്കെ നമ്മളൊരു വീഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലും പിക്സൽ ആസ്പെക്ട് റേഷ്യോ ഒക്കെ നമുക്ക് ആവശ്യം. അതായത് അതിന്റെ വിഡ്ത് ആൻഡ് ഹൈറ്റ് റേഷ്യോ ആണ് അവർ കാണിക്കുന്നത്. ഇതൊക്കെ ഒരു വീഡിയോ ഫൂട്ടേജിന്റെ ആസ്പെക്ട് റേഷ്യോസ് ആണ്. ഓക്കെ, കിടക്കുന്നത്. ഓക്കെ, ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് സ്ക്വയർ പിക്സൽ ഇട്ട് വർക്ക് ചെയ്യുക. പക്ഷേ നമുക്ക് ഇവിടെ ഈ ഒരു മെഷർമെന്റിലാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ ടൈറ്റിൽ ഡോക്യുമെന്റ് പേര് നമുക്ക് ആദ്യമേ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യമേ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇത് കൊടുത്തില്ലെങ്കിലും നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് എന്താണെങ്കിലും ചോദിക്കും. കൊടുത്താലും ചോദിക്കും, കൊടുത്തില്ലെങ്കിലും ഓൾറെഡി ചോദിച്ചിരിക്കും. എന്ന് വെച്ചാൽ ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ചോദിക്കും. ഓക്കെ ആണോ? ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകണം? ഇത്രയും ഞാൻ ഡയമെൻഷൻസ് കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. ഈ സെറ്റ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്യുക? ഇവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു 9x5 എന്നുള്ള ഒരു ഇമേജ് ഡയമെൻഷനാണ് കൊടുത്തിരുന്നത്. ആ ഒരു ഡയമെൻഷനുള്ള വർക്ക് സ്പേസ് നമുക്കിവിടെ കിട്ടി. അപ്പൊ ഈ വർക്ക് സ്പേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് പ്രിന്റബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വൈറ്റ് ഏരിയക്കകത്ത് വരുന്നതിനെ നമ്മൾ പ്രിന്റബിൾ ഏരിയ എന്ന് പറയുന്നത്. നോൺ പ്രിന്റബിൾ ഏരിയ ആണ് ഇതിന് ബാക്കിലുള്ളത്. ഇതിന് പുറത്തുള്ളതൊന്നും നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സേവ് ചെയ്യുമ്പോഴോ ഒന്നും കിട്ടില്ല. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെന്റ് അകത്തിരുന്ന് വേണം വർക്ക് ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മുടെ ന്യൂ ഡോക്യുമെന്റ് വിൻഡോയിൽ വരുന്ന കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.